ഈശ്വര, പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ എന്ന് സിനിമാ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവിടെ സൗന്ദര്യം കൂടിപ്പോയത് കൊണ്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു പയ്യനുണ്ട്. അവന്റെ കഥ പറഞ്ഞ 2019 റിലീസായ ഒരു ഇന്തോനേഷ്യൻ ചിത്രമാണ് ടു ഹാൻസം ടു ഹാൻഡിൽ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കുടുംബത്തിലെ ആണുങ്ങൾക്കെല്ലാം ഒടുക്കത്തെ ഗ്ലാമറാണ്. പാരമ്പര്യമായി ഇവരുടെ ഈ കുടുംബത്തിൽ ജനിക്കുന്ന ആണുങ്ങൾക്കുള്ള ഈ ഒരു സൗന്ദര്യം കൈമാറി വരുന്നതാണ്. കുടുംബനാഥന്റെ പേര് പാക്കെന്നാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഒരുപാട് പെണ്ണുങ്ങളെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-12,000 പെണ്ണുങ്ങളെ ഡേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. എന്തായാലും ഒടുക്കം അദ്ദേഹം കല്യാണം കഴിച്ചത് റീറി എന്ന സ്ത്രീയെയാണ്. ഇവർക്ക് 2 മക്കളാണുള്ളത്. പാക്കിനെ പോലെ തന്നെ മക്കൾക്കും ഒടുക്കത്തെ ഗ്ലാമർ ആണ് കേട്ടോ. മൂത്ത മകന്റെ പേര് ഓക്കെസ് എന്നാണ്. അവൻ ഒരു ഇന്റർനെറ്റ് ഇൻഫ്ലുവൻസറായി ജോലി ചെയ്യുന്നു. ഇളയ മകനാണ് നമ്മുടെ കഥാനായകൻ. അവന്റെ പേര് ക്യൂലിൻ സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ്. സത്യം പറഞ്ഞാൽ ഈ കുടുംബത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്ലാമർ ക്യൂലിനെ കാണാനായിട്ട്. അവൻ റോഡിലൂടെ ഇറങ്ങിയാൽ മതി, പെണ്ണുങ്ങളെല്ലാം അവന്റെ ചുറ്റിനും കൂടും. അത്ര ഗ്ലാമർ. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോയി പഠിക്കാതെ വീട്ടിലിരുന്ന് ഹോം സ്കൂളിംഗ് ആണ് ക്യൂലിൻ ചെയ്യുന്നത്. അവൻ വീടിന് വെളിയിൽ ഇറങ്ങാതെ കൂടുതൽ നേരവും വീട്ടിനകത്ത് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അവന് സുഹൃത്തുക്കൾ എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. അവൻ വളർത്തുന്ന ഒരു കുഞ്ഞു മീനുണ്ട്, അതാണ് അവന്റെ സുഹൃത്ത്. അതിനോടാണ് അവൻ കുശലമൊക്കെ പറയാറുള്ളത്. അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഇവന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമല്ല. ഇവൻ സോഷ്യലി മിങ്കിൾ ആവണം, ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം എന്നൊക്കെയാണ് അവര് കരുതുന്നത്. ഇവന്റെ ഈ ഒരു സ്വഭാവവും നാണവും ഒക്കെ മാറ്റിയെടുക്കാനായി. അതുകൊണ്ട് തന്നെ അവര് പലപ്പോഴും ഇവനോട് വെളിയിൽ പോയി കൂട്ടുകൂട്, ഒരു ഗേൾ ഫ്രണ്ട് ഒക്കെ വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അതൊന്നും കേൾക്കാനേ നിൽക്കാറില്ല. എങ്ങനെയും ഇവന്റെ മനസ്സളക്കണമെന്ന് അച്ഛനും അമ്മയും ചേട്ടനും കൂടി തീരുമാനിക്കുന്നു. അതിനായി ഒരു ദിവസം രാത്രി ക്യൂലിൻ വെള്ളമെടുക്കാനായി ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് വരുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഒരു നാടകം കളിക്കുന്നു. അവര് പരസ്പരം മുറിയിലിരുന്ന് ഒച്ചത്തിൽ സംസാരിക്കുകയാണ്. നമ്മുടെ ഇളയ മകനെ വീട്ടിലിരുത്തി പഠിപ്പിക്കാനായിട്ട് തന്നെ നമ്മുടെ സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗം ഇതിനോടകം നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും അവൻ എത്രയോ ക്ലാസ്സുകൾ പഠിക്കാനുണ്ട്. അവനെ പഠിപ്പിക്കാൻ മാത്രമുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇനി മിച്ചമുണ്ടോന്ന് അറിയില്ല. നമ്മുടെ കയ്യിലെ കാശ് തീർന്ന നമ്മുടെ മകന്റെ ഭാവി എന്താകും എന്നെല്ലാം അച്ഛനും അമ്മയും ആവലാതിപ്പെട്ട് സംസാരിക്കുന്നത് വെളിയിൽ നിന്ന് കേൾക്കുന്ന ക്യൂലിന് ഇവരിത് തന്നെ കേൾപ്പിക്കാനായി പറയുന്നതാണ് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അവൻ ആകെപ്പാടെ ഒരു വിഷമം. താൻ മറ്റു കുട്ടികളെ പോലെ സ്കൂളിൽ പോയി പഠിക്കാതെ തനിയെ വീട്ടിലിരുന്ന് പഠിക്കണമെന്ന് വാശി പിടിച്ചതുകൊണ്ട് തന്റെ അച്ഛനും അമ്മയ്ക്കും സാമ്പത്തികമായി വലിയ നഷ്ടമാണ്. കാരണം വീട്ടിലിങ്ങനെ തനിയെ ഇരുന്ന് പഠിക്കുമ്പോൾ എക്സ്ട്രാ കെയറും ഫെസിലിറ്റീസും ഒക്കെ ആവശ്യമാണല്ലോ. താൻ കാരണം തന്റെ അച്ഛനും അമ്മയും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അവന് വിഷമം വരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ക്യൂലിൻ അച്ഛന്റെയും അമ്മയുടെയും ചേട്ടന്റെയും അടുത്ത് ചെന്ന് പറയാണ്, ഞാൻ കാരണം ഇനി ആരും വിഷമിക്കണ്ട, ഞാൻ സ്കൂളിൽ പോയി പഠിക്കാൻ തീരുമാനിച്ചു എന്ന്. ഇത് കേൾക്കുന്ന അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒടുക്കത്തെ സന്തോഷം. അവരുടെ പ്ലാൻ ഏറ്റല്ലോ എന്ന് അവർ സന്തോഷിക്കുമ്പോഴാണ്, സ്കൂളിൽ പോകാമെന്നല്ലേ പറഞ്ഞുള്ളൂ, മിക്സഡ് സ്കൂളിലല്ല, ഞാൻ ബോയ്സ് ഉള്ള സ്കൂളിലാണ് പോകുന്നതെന്ന് ക്യൂലിൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അമ്മയുടെ മുഖം ആദ്യം ഒന്ന് വാടുന്നുണ്ട്. പക്ഷെ പിന്നെ ഓർക്കുന്നത്, ശരി വേണ്ട, നമ്മുടെ മോന് ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിലും ഒരു നല്ല ഫ്രണ്ടിനെ എങ്കിലും കിട്ടുമല്ലോ. അവന്റെ ഈ ഒരു ലോൺലിനെസ്സും ഈ ഒരു നാണവും ആൾക്കാരോട് അടുത്തിടപെടാനുള്ള മടിയും ഒക്കെ മാറി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അമ്മ അവന് വീടിനടുത്തുള്ള ഒരു ബോയ്സ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നു. അങ്ങനെ സ്കൂളിൽ പോകേണ്ട ആദ്യത്തെ ദിവസം ചേട്ടന്റെ കൂടെ ക്യൂലിനെ ബൈക്കിൽ അച്ഛനും അമ്മയും യാത്രയാക്കുന്നു. സ്കൂളിന്റെ അവിടെ ചേട്ടൻ അവനെ ഡ്രോപ്പ് ചെയ്തിട്ട്, ശരിടാ നീ പോയിട്ട് വാ, ഓൾ ദ ബെസ്റ്റ്, ഹെൽമെറ്റ് ഇങ്ങത്താ എന്ന് ചേട്ടൻ പറയുമ്പോൾ ഹെൽമെറ്റ് കൊടുക്കാൻ ഇവൻ തയ്യാറാവുന്നില്ല. തന്റെ മുഖം കണ്ടാലല്ലേ പ്രശ്നം, ഹെൽമെറ്റ് വെച്ചാൽ മുഖം കാണില്ലല്ലോ, ഞാൻ ഇങ്ങനെ തന്നെ പോയി പഠിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ സ്കൂളിലേക്ക് പോകുന്നു. സത്യത്തിൽ ഇവൻ നോർമലായിട്ട് ചെന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും അറ്റൻഷൻ അവന് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഹെൽമെറ്റ് വെച്ച് ഇങ്ങനെ വിചിത്ര ജീവിയെ പോലെ ഒരു പുതിയ പയ്യൻ വരുന്നത് കാണുന്ന കുട്ടികളെല്ലാം അവനെ തന്നെ അടിമുടി നോക്കുകയാണ്. ഇവനാണെങ്കിൽ വല്ലാത്ത ഒരു അങ്കലാപ്പോട് കൂടി തന്നെ അവന്റെ ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചിൽ പോയി ഇരിക്കുന്നു. അങ്ങനെ ക്ലാസ് തുടങ്ങുന്ന സമയമാകുന്നു. ക്ലാസ് റൂമിലേക്ക് എത്തുന്ന ടീച്ചർ കുട്ടികൾക്കിടയിൽ ഹെൽമെറ്റ് ധരിച്ച് ഒരു പുതിയ സ്റ്റുഡന്റ് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഹെൽമെറ്റ് മാറ്റാനായി അവനോട് ആവശ്യപ്പെടുന്നു. അവൻ ആദ്യം അതിന് തയ്യാറാവുന്നില്ല. ഇത് സ്കൂളിലെ റൂൾസിനെതിരാണ്, ഇങ്ങനെ ഇരുന്നാൽ പഠിപ്പിക്കാൻ സാധിക്കില്ല, നീ ഹെൽമെറ്റ് വെക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ടീച്ചർ പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ക്യൂലിൻ തലയിൽ നിന്ന് ആ ഹെൽമെറ്റ് മാറ്റുന്നു. ഇവന്റെ ആ ഒരു സുന്ദരമായ മുഖം കണ്ട ഉടനെ തന്നെ ഇവന്റെ ടീച്ചർ ബോധം കെട്ട് വീഴുകയാണ്. പേടിച്ചിട്ടല്ല കേട്ടോ, ആ സൗന്ദര്യം കണ്ടിട്ട് മയങ്ങിപ്പോയതാണ്. എന്തായാലും ടീച്ചർ ബോധം കെട്ടത് ആ സ്കൂളിൽ വലിയ ഇഷ്യൂ ആവുന്നു. പ്രിൻസിപ്പൾ ഒക്കെ എത്തുമ്പോൾ ഇവന്റെ ക്ലാസ്സിലെ മറ്റു വിദ്യാർത്ഥികൾ ഇവനെ പുറത്താക്കണം, ദേ വന്ന ദിവസം തന്നെ ടീച്ചറിനെ ബോധം കെടുത്തി എന്നെല്ലാം പറയുന്നു. ഇവൻ എന്താണോ നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചത് അത് തന്നെ നടന്നല്ലോ എന്ന പേടിയിൽ സ്കൂളിൽ നിന്ന് ഓടിപ്പോകാനായി ശ്രമിക്കുമ്പോഴാണ് ആ സ്കൂളിലെ 3 റൗഡി പിള്ളേർ ഇവനെ ബലമായി പിടിച്ച്
ഒരു സ്റ്റോർ റൂം പോലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ക്വീലിനെ കൂടാതെ സിഡോ എന്ന ഒരു പയ്യനും കൂടിയുണ്ട്. ആ പയ്യനെയും റാഗ് ചെയ്യാനായി പിടിച്ചോണ്ട് വന്നതാണ്. എന്തായാലും അവിടെ ഇരുന്ന് ആ റൗഡി പിള്ളേരില്ലാത്ത സമയം ക്വീലിനും സിഡോയും സംസാരിച്ച് നല്ല കമ്പനി ആവുന്നു. ക്വീലിന് ആദ്യമായി ഒരു സുഹൃത്തിനെ ലഭിച്ചിരിക്കുന്നു. എന്തായാലും പിന്നീട് ആ സീനിയർ റൗഡി ഗ്യാങ്ങിലെ സൂക്ക് എന്ന ഒരു പയ്യൻ ക്വീലിന്റെ അടുത്ത് വന്ന് ഒരാവശ്യം പറയുന്നു. ഇവരുടെ ബോയ്സ് സ്കൂളിന്റെ തൊട്ടടുത്തായുള്ള ഒരു സ്കൂളിൽ അമാൻഡ എന്ന ഒരു സുന്ദരി പെൺകുട്ടിയുണ്ട്. അവളെ സൂക്കിന് ഒരുപാട് ഇഷ്ടമാണ്. അവൻ കുറെ നാളായി അവളുടെ പുറയിൽ നടക്കുന്നുണ്ടെങ്കിലും അവള് അടുപ്പിക്കുന്നേ ഇല്ല. ക്വീലിൻ നല്ല സുന്ദരനാണല്ലോ, അപ്പൊ മിക്കവാറും ഇവനെ കണ്ടാല് അവള് സംസാരിക്കാനെങ്കിലും നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന സൂക്ക് ക്വീലിൻ എങ്ങനെയും അമാൻഡയോട് സംസാരിച്ച് സൂക്കിന്റെ ലൈൻ അവളുമായി സെറ്റാക്കി കൊടുക്കണമെന്നാണ് സൂക്ക് ആവശ്യപ്പെടുന്നത്. ഇത് കേൾക്കുന്ന ക്വീലിൻ തന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നീ അത് ചെയ്തു തന്നേ പറ്റൂ, അവള് എങ്ങനെയും ഒന്ന് സെറ്റായി കിട്ടാനായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പാസ് ഔട്ട് ആയി പോവാതെ തോറ്റ് തൊപ്പിയിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ കണ്ടപ്പോൾ എനിക്ക് നിന്നിലൂടെ എന്റെ പ്രണയം സഫലമാകുന്ന ഒരു പ്രതീക്ഷ വന്നു. നീ ഇത് ചെയ്തു തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ റെഡിയാക്കുമെന്ന് സൂക്ക് ഭീഷണിപ്പെടുത്തുമ്പോൾ ക്വീലിൻ പേടിക്കുന്നു. പക്ഷെ പിന്നീട് അവന്റെ സുഹൃത്തായ സിഡുവിനെയും കൂട്ടിപ്പോയി പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നു. ആ സമയത്താണ് ഇവൻ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. ഈ പ്രിൻസിപ്പലിന്റെ മകൻ തന്റെ മകൻ തോറ്റ് തൊപ്പിയിട്ട് പഠിക്കുന്നതിന്റെ രഹസ്യം മനസ്സിലാക്കിയ പ്രിൻസിപ്പൽ നീ എങ്ങനെയും എന്റെ മകന് ലൈൻ ഒന്ന് സെറ്റാക്കി കൊടു, അങ്ങനെങ്കിലും അവനൊന്ന് പാസ്സായി പോട്ടെ എന്ന് ആവശ്യപ്പെടുന്ന കേൾക്കുന്ന ക്വീലിൻ തലയിൽ കൈവച്ചിരിക്കുന്നു. നല്ല അച്ഛൻ എന്നവൻ മനസ്സിൽ കരുതുന്നു. ഇതിപ്പോ ആകെപ്പാടെ പെട്ട അവസ്ഥയായല്ലോ. സ്കൂളിൽ പോവാതെ വീട്ടിലിരുന്ന് പഠിച്ച സമയത്ത് സ്വസ്ഥതയുണ്ടായിരുന്നു. ഇതിപ്പോ ആകെപ്പാടെ നാനാ വഴിക്കൂടി പ്രശ്നങ്ങൾ വരികയാണല്ലോ എന്ന് ക്വീലിൻ ചിന്തിക്കുന്നു. അവൻ അടുത്ത ദിവസം തന്നെ സിഡോയും കൂട്ടി രണ്ടും കൽപ്പിച്ച് അമാൻഡയെ കാണാനായി അവള് പഠിക്കുന്ന ഗേൾസ് സ്കൂളിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തി അവൻ ഹെൽമറ്റ് ധരിച്ചോണ്ടാണ് ആദ്യം ചെല്ലുന്നതെങ്കിലും പിന്നീട് ഹെൽമറ്റ് ഊരേണ്ടി വരുന്നു. അമാൻഡയെ കാണാനായിട്ടാണ് വന്നതെങ്കിലും അവൾ അന്നത്തെ ദിവസം സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പകരം ഹെൽമറ്റ് ക്വീലിൻ ഊരുന്ന സമയം അവനെ കാണുന്ന അവിടുത്തെ പെൺപിള്ളേരെല്ലാം അവന്റെ സൗന്ദര്യത്തിൽ മയങ്ങി അവന്റെ പുറകിന് നടക്കുന്നു. ചിലർ വളരെ എക്സൈറ്റഡ് ആയി ഓരോ അപകടങ്ങളും വരുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ ഇത് വലിയ ന്യൂസ് ആവുന്നു. അവൻ ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ പെൺപിള്ളേർക്ക് പിടികൊടുക്കാതെ പോകുന്നുണ്ടെങ്കിലും ഈ പെൺപിള്ളേരെല്ലാം ഇവന്റെ വീട് കണ്ടുപിടിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. ഇതേ സമയം സ്കൂളിൽ പോവാത്ത അമാൻഡ ഈ നടന്ന വിവരങ്ങൾ ന്യൂസിലൂടെ കാണുന്നു. ന്യൂസിൽ ക്വീലിന്റെ ഫോട്ടോ കാണുന്ന അവൾക്ക് അവനെ ഒരുപാട് അങ്ങ് ഇഷ്ടമായി. തന്റെ സൗന്ദര്യത്തിന് ചേർന്ന ഒരുത്തൻ ഇവനാണ് എന്നവൾ മനസ്സിൽ കരുതുന്നു. ഇതേ സമയം വീട്ടിലേക്ക് ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ ക്വീലിനെ അന്വേഷിച്ച് വരുന്നത് കൊണ്ട് തന്നെ ക്വീലിന്റെ അച്ഛന് ഒരു എമണ്ടൻ ബിസിനസ് ഐഡിയ വരുന്നു. അദ്ദേഹം ക്വീലിന്റെ റൂം ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ഈ പെൺകുട്ടികൾക്ക് കയറി കാണാനായി സെറ്റ് ചെയ്യുന്നു. ചുമ്മാതല്ല, അതിനെ പാസം വെക്കുന്നുണ്ട്. കാശ് കൊടുത്ത് പാസ് എടുത്ത പെൺപിള്ളേർക്ക് മാത്രമേ ക്വീലിന്റെ റൂമിൽ കയറി കാണാനുള്ള അവസരമുള്ളൂ. ക്വീലിനെ കാണാൻ സാധിച്ചില്ലെങ്കിലും അവന്റെ റൂമെങ്കിലും കാണാമല്ലോ എന്ന് കരുതി ഈ പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നുമുണ്ട്. ഈ നടന്ന കാര്യങ്ങൾ അറിയുന്ന ക്വീലിൻ ആകെപ്പാടെ വട്ടുപിടിച്ചു നിൽക്കുന്നു. തന്റെ അച്ഛനും അമ്മയ്ക്കും ഇത് എന്തിന്റെ കേടാ, ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ കരുതി നിൽക്കുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് അച്ഛന്റെയും അമ്മയുടെയും ഫോൺ കോൾ വരുന്നത്. എടാ നീ എവിടാ, നീ എന്താ ഇതുവരെ വീട്ടിൽ വരാത്തത്, നീ ഒന്ന് വേഗം വന്ന്, ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് അച്ഛനും അമ്മയും പറയുമ്പോൾ ഇവൻ അവരോട് തട്ടിക്കയറുന്നു. നിങ്ങളിത് എന്ത് ചിന്തിച്ചോണ്ടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഏതെങ്കിലും അച്ഛനും അമ്മയും മോനോട് കാണിക്കുന്ന പരിപാടിയാണോ നിങ്ങൾ കാണിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. വീഡിയോ കോള് ചെയ്യുന്നതിന്റെ ഇടയിൽ ക്വീലിന്റെ റൂമിലേക്ക് കയറിയ പെൺകുട്ടികളിൽ ഒരാളുടെ കൈ തട്ടി അവന്റെ ആ ഒരു വളർത്തുമീൻ ഉണ്ടായിരുന്ന അക്വേറിയം താഴെ വീണ് പൊട്ടുന്നതും ആ മീൻ പെടഞ്ഞു മരിക്കുന്നതും ഇവൻ കാണുന്നു. അത് കണ്ട് ഇവന് വീട്ടിലേക്ക് തിരിച്ചു പോവാനേ തോന്നുന്നില്ല. ആകെപ്പാട് ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി വരുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു റൂഫ് ടോപ്പിൽ നിൽക്കുന്ന സമയം ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നു. എന്താ മാഷേ, വല്ല ആത്മഹത്യ ചെയ്യാനുള്ള പരിപാടിയാണോ എന്ന് ഒരു പെൺകുട്ടി ചോദിക്കുന്നത് കേട്ട് അങ്ങോട്ടേക്ക് നോക്കുന്ന ഇവൻ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കാണുന്നു. ആ പെണ്ണാണെങ്കിൽ ഇത് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവളാള് കൊള്ളാമല്ലോ, ഇവള് സാധാരണ പെൺപിള്ളേരെ പോലെയല്ല. സാധാരണ എന്നെ കാണുന്ന പെൺപിള്ളേര് എന്റെ അടുത്തേക്ക് ഓടി വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യാറാണുള്ളത്. പക്ഷെ ഇവളിതേ ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ട് ആത്മഹത്യ ചെയ്യാൻ പോവാണോ എന്ന് ചോദിച്ചങ്ങ് പോവാണല്ലോ. ഇവള് വ്യത്യസ്തയാണ്, എനിക്ക് ഇതുപോലെ ഒരു പെണ്ണിനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അവന്റെ ഉള്ളിൽ അവളോടുള്ള ഇഷ്ടം അവന് തിരിച്ചറിയാൻ സാധിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് വീട്ടിൽ പോകാൻ താല്പര്യമില്ലാത്ത ക്വീലിനെ സിഡു അവന്റെ മുത്തശ്ശി താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ മുത്തശ്ശിയുടെ കൂടെയാണ് സിഡു താമസിക്കുന്നത്. ക്വീലിനെ കാണുന്ന മുത്തശ്ശി മോൻ എത്ര ദിവസം വേണേലും ഇവിടെ താമസിച്ചോ, എന്റെ കൊച്ചുമോന്റെ സുഹൃത്തല്ലേ നീ എന്ന് പറഞ്ഞ് അവന് ഭക്ഷണവും ഒക്കെ നൽകുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സിഡുവിന്റെ റൂമിലേക്ക് പോകുമ്പോഴാണ് ക്വീലിൻ സിഡുവിനും ഇവനും ഏകദേശം ഒരേ വൈബാണെന്ന കാര്യം തിരിച്ചറിയുന്നത്. കാരണം ക്വീലിന് കളിക്കാൻ ഇഷ്ടമുള്ള കാർഡ്സും കാര്യങ്ങളും ഒക്കെ സിഡുവിന്റെ
സിഡുവിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. വീട്ടിലെ പഠിത്തം നിർത്തി സ്കൂളിൽ വന്ന് പഠിക്കാൻ തുടങ്ങിയണൊക്കെ നടന്ന നല്ല ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സിഡുവുമായുള്ള സൗഹൃദമാണല്ലോ എന്ന് ക്വിലിൻ മനസ്സിലോർക്കുന്നു. പിന്നീട് പ്രിൻസിപ്പൾ പറഞ്ഞ ആ ഒരു കാര്യം നടത്തി കൊടുക്കാനായി അടുത്ത ദിവസവും ക്വിലിൻ സിഡുവിനെയും കൂട്ടി അമാൻഡയെ കാണാനായി അവളുടെ സ്കൂളിലേക്ക് ചെല്ലുന്നു. അന്ന് അമാൻഡ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവളോട് ഇവരുടെ സീനിയർ കൊടുത്ത ഒരു ലെറ്റർ കൊടുത്തിട്ട് വായിച്ചിട്ട് ഒരു പോസിറ്റീവ് മറുപടി പറയണമെന്ന് പറഞ്ഞ് ഇവരങ്ങ് പോവാണ്. അമാൻഡ ആ സമയം ക്വിലിനെ വലിയ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും അവൻ പോയി കഴിയുമ്പോഴാണ് ഇവൾ ഒരു ദീർഘനിശ്വാസം വിടുന്നത്. ഓ, ഇത്രയും നേരം അവന്റെ മുന്നിൽ അവനെ കണ്ട് താൻ ഫ്ലാറ്റ് ആയി എന്ന് അറിയിക്കാതെ ആ പിടിച്ചു വെച്ച പാട് തനിക്കേ അറിയുള്ളൂ എന്ന് അവള് വിചാരിക്കുന്നു. അങ്ങനെ ആ സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് വരാൻ ഒരുങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ പെമ്പിള്ളാരെല്ലാം ക്വീലിനെ കണ്ട് ചുറ്റും കൂടുന്നു. ആ സമയത്താണ് ക്വീലിൻ കഴിഞ്ഞ ദിവസം റൂഫ് ടോപ്പിൽ വെച്ച് കണ്ട ഇവനെ മൈൻഡ് ചെയ്യാതിരുന്ന എന്നാൽ ഇവന്റെ മനസ്സിൽ ഇടം നേടിയ ആ പെൺകുട്ടിയെ കാണുന്നത്. അവൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്ന് അവൻ അപ്പോഴാണ് മനസ്സിലാവുന്നത്. പെമ്പിള്ളാരെല്ലാം ക്വീലിന്റെ ചുറ്റിനും കൂടുന്ന കണ്ടിട്ടും ആ പെൺകുട്ടി ഓ ഇവളുമാർക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന മട്ടിൽ മൈൻഡ് ചെയ്യാതെ പോകുന്നു. അങ്ങനെ പിന്നീട് സിഡു ക്വീലിന്റെ അടുത്ത് വന്ന് പറയാണ്, ഡാ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഒരു പെൺകുട്ടി, അവളോട് എനിക്ക് ചെറിയൊരു ക്രഷുമുണ്ട്, ഇന്ന് നമുക്ക് ഈവനിങ് ഒന്ന് വെളിയിൽ പോവാം, ഞാൻ അവളെ പരിചയപ്പെടുത്താമെന്ന് സിഡു പറയുന്നു. അങ്ങനെ അവര് ഒരു റെസ്റ്റോറന്റിന്റെ അടുത്തെത്തുമ്പോഴാണ് അവിടെ ക്വീലിൻ അവന്റെ മനസ്സിൽ ഇടം നേടിയ ആ പെൺകുട്ടിയെ കാണുന്നത്. അവളുടെ പേര് നിക്കിറ്റ എന്നാണ്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കാനായി ഒരുങ്ങുന്നു. കാരണം ഇവൻ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാനായി മെനക്കെടുന്നത് തന്നെ. എന്തായാലും അപ്പോഴേക്കും സിഡു, ഡാ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ പെണ്ണ്, എന്റെ ഫ്രണ്ട്, എനിക്ക് ക്രഷ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ക്വീലിന്റെ മുഖം അങ്ങ് വാടുന്നു. കാരണം അവൻ ഈ പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. അവൻ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിലുള്ള ഇഷ്ടം തോന്നുന്നത്. എന്തായാലും അന്ന് ഇവർ 3 പേരും അവിടെ ഭക്ഷണം കഴിക്കുകയും കുറച്ചു നേരം സംസാരിച്ചിരിക്കുകയും ചെയ്യുന്നു. രാത്രി തിരിച്ചെത്തി സിഡുവിന്റെ വീട്ടിൽ കിടക്കുന്ന സമയമെല്ലാം ക്വീലിന്റെ ഉള്ളിൽ നിക്കിറ്റയാണ്. അവളെ എങ്ങനെയും സ്വന്തമാക്കണം. ആദ്യമായാണ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ഇഷ്ടം തോന്നുന്നത്. അവളെ വിട്ടുകളയാൻ വയ്യ എന്നൊരു ഫീൽ അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ആദ്യമായി ഇങ്ങനെ തോന്നുന്നത് കൊണ്ട് തന്നെ ഇതിനു മുന്നേ ഒരു പെൺകുട്ടികളോടും ചെന്നിങ്ങനെ സംസാരിക്കോ പ്രപ്പോസ് ചെയ്യോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല. അപ്പോഴാണ് ഇവന്റെ ചേട്ടന്റെ കാര്യം ഓർക്കുന്നത്. ഇവന്റെ ചേട്ടൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. കൂടാതെ ഒരു ലവ് ഗുരു പോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേർക്ക് ലവ് അഡ്വൈസും ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കറക്റ്റ് ആള് ചേട്ടൻ തന്നെയാണ്. ചേട്ടനോട് തന്നെ ഉപദേശം ചോദിക്കാമെന്ന് കരുതി ഇവൻ നേരെ ചേട്ടനെ കാണാനായി ചെല്ലുന്നു. ഇവന്റെ ആവശ്യം അറിയുന്ന ചേട്ടന് ഭയങ്കര സന്തോഷം. ഇവൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായി റിലേഷനിലായി കാണാൻ ചേട്ടനും അച്ഛനും അമ്മയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ചേട്ടൻ വളരെ സന്തോഷത്തിൽ ഇവന് ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസവും സിഡുവിന്റെ കൂടെ പോയി ക്വീലിൻ നിക്കിറ്റയെ കാണുന്നു, സംസാരിക്കുന്നു. അവൻ ഓരോ ദിവസം കഴിയുന്തോറും ഇവളോടുള്ള ഇഷ്ടം കൂടി വരികയാണ്. പക്ഷെ അത് തുറന്നു പറയാനുള്ള ആ ഒരു ധൈര്യം കിട്ടുന്നില്ല. അടുത്ത ദിവസം ക്വീലിനെ കാണാനായി അമാൻഡ വരുന്നു. അവളുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഒരു പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് പാർട്ടിയുടെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുന്നു. കൂടാതെ ഇവനൊരു ഫോണും സമ്മാനമായി നൽകുന്നുണ്ട്. സാധാരണ ബർത്ത്ഡേ ഗേളിന് അങ്ങോട്ടല്ലേ സമ്മാനം കൊടുക്കണ്ട, ഇവിടെ ബർത്ത്ഡേ ഗേള് ഗസ്റ്റിന് സമ്മാനം കൊടുക്കാണ്. എന്തായാലും അതിന് ശേഷം നമ്മൾ കാണുന്നത് വീണ്ടും ക്വീലിനും സിഡുവും നിക്കിറ്റയും ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. അവിടെ ഇരിക്കുന്ന സമയം സിഡു ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോകുമ്പോഴാണ് എങ്ങനെയും നിക്കിറ്റയെ സ്വന്തമാക്കണം, അവൾക്ക് ഇൻ കേസ് സിഡുവിനോട് താല്പര്യമുണ്ടെങ്കിൽ അതങ്ങ് കൊളമാക്കി കളയാമെന്ന ചിന്തയില് ക്വീലിൻ നിക്കിറ്റയോട് ഒരു കള്ളം പറയുന്നത്. മറ്റൊന്നുമല്ല, നിക്കിറ്റയുടെ സ്കൂളിലുള്ള സുന്ദരി കുട്ടിയായ അമാൻഡയും സിഡുവും തമ്മിലെ ലൈനാണെന്നും അവർ അടുത്ത ദിവസം ഡേറ്റിങ്ങിന് പോവുകയാണെന്നും. ഇവൻ ഈ കള്ളം പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന നിക്കിറ്റയുടെ മുഖഭാവം മാറുന്നു. അവൾക്ക് സിഡുവിനോട് താല്പര്യമുണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് തന്നെ അവൾക്ക് അത് കേട്ട് ഫീൽ ആകുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന ക്വീലിൻ പിന്നീട് അമാൻഡയെ ഫോൺ ചെയ്ത് എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറയുന്നു. അവൻ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ റെഡിയായി നിൽക്കുകയാണ് അമാൻഡ. എന്താണ് അമാൻഡ ചെയ്യേണ്ടതെന്ന് ക്വീലിൻ പറയുമ്പോൾ അത് ചെയ്യാമെന്ന് അമാൻഡ സമ്മതിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം നടക്കുന്ന അമാൻഡയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് സിഡുവും ക്വീലിനും ചെല്ലാണ്. അവിടെ വെച്ച് സിഡുവിനെ കാണുന്ന അമാൻഡ അവന്റെ അടുത്ത് വളരെ ക്ലോസ് ആയി ബിഹേവ് ചെയ്യുന്നു. അവനെ മാറ്റി നിർത്തി കിസ്സും ചെയ്യുന്നു. ഈ കാഴ്ച അവിടേക്ക് പാർട്ടിയിൽ പങ്കെടുക്കാനായി എത്തിയ നിക്കിറ്റ കാണുന്നു. അവൾ വല്ലാതെ വിഷമിച്ച് വെളിയിലേക്ക് പോകുന്നു. അവളുടെ പുറകിന് ചെല്ലുന്ന ക്വീലിൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. എനിക്കറിയാം നിന്റെ ഫീലിങ്സ്, ഇപ്പോ പറയാൻ പാടുണ്ടോ എന്നുറപ്പില്ല, എന്നാലും പറയാം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ക്വീലിൻ നിക്കിറ്റയെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ അത് റിജക്ട് ചെയ്യാണ്. സോറി, നിന്നെ ഞാനൊരു ഫ്രണ്ടായി മാത്രമേ കണ്ടിട്ടുള്ളൂ, എനിക്ക് ആക്ച്വലി ഇഷ്ടം സിഡുവിനെ ആയിരുന്നു, പക്ഷെ അവൻ എന്നോട് താല്പര്യമില്ലാന്ന് ഇപ്പൊ നടന്ന സംഭവത്തോടെ എനിക്ക് മനസ്സിലായി. ഇപ്പോ വിഷമം മാത്രമേ എന്റെ ഉള്ളിലുള്ളൂ, മറ്റൊരു ചിന്തയും എന്റെ ഉള്ളിലില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോവാണ്. ഇതേ സമയം അമാൻഡ സിഡുവിനെ കിസ് ചെയ്യുന്നത് അമാൻഡയുടെ പുറകിൽ നടക്കുന്ന ആ പ്രിൻസിപ്പലിന്റെ മകനായ തോക്ക് കണ്ടായിരുന്നു. കലി ഇളകി അവനും കൂട്ടുകാരും കൂടി ചേർന്ന് സിഡുവിനെ എടുത്തിട്ട് അടിക്കുന്നു. ഈ കാഴ്ച ക്വീലിൻ കാണുന്നുണ്ടെങ്കിലും അടിയുടെ ഇടയിൽ കയറി സിഡുവിനെ രക്ഷിക്കാൻ നിൽക്കാതെ അവൻ മാറി നിന്ന് ഇത് കണ്ട് ആസ്വദിക്കുകയാണ്. സിഡുവിനെ കണക്കിനടിച്ചിട്ട് ആ സീനിയേഴ്സ് പോയ ശേഷമാണ് ക്വീലിൻ അടിയേറ്റ് കിടക്കുന്ന സിഡുവിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നത്. ക്വീലിൻ പിന്നീട് സിഡുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മുത്തശ്ശി പാവം സിഡുവിന് മരുന്നൊക്കെ വെച്ചു കൊടുക്കുന്നു. സിഡു ഇങ്ങനെ അടിയേറ്റ് വേദന കൊണ്ട് പൊളയുന്നത് കാണുമ്പോൾ
കാണുമ്പോൾ ക്വീലിന്റെ മനസ്സിൽ അവൻ ചെയ്ത കുറ്റത്തിന്റെ വലിപ്പം മനസ്സിലാവുന്നു. ക്വീലിൻ ഇതുവരെ സിഡു ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ട് ക്വീലിൻ സിഡുവിന് തിരിച്ച് നല്ലൊരു പണി കൊടുത്തിരിക്കുന്നു. ക്വീലിൻ സിഡുവിനോട് രണ്ടും കൽപ്പിച്ച് അവൻ ചെയ്ത തെറ്റെല്ലാം ഏറ്റു പറയാണ്. ഇത് കേൾക്കുന്ന സിഡുവിനും ദേഷ്യം വരുന്നു. ഒരിക്കലും നീ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ചെയ്യാൻ മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തതെന്നല്ല സിഡു ചോദിക്കുമ്പോൾ ക്വീലിൻ അതിന് കൊടുക്കാൻ ഉത്തരമില്ല. ക്വീലിൻ സിഡുവിനെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാതെ തിരികെ അവന്റെ വീട്ടിലേക്ക് വരുന്നു. ഇവനിങ്ങനെ വീട്ടിലേക്ക് കുറച്ച് നാള് കൂടി വരുന്ന കാണുന്ന അച്ഛനും അമ്മയ്ക്കും ചേട്ടനും സന്തോഷം. ചേട്ടൻ ആ സമയത്തും എന്തായി മറ്റേ പെൺകുട്ടിയുടെ കാര്യം, അവള് സെറ്റായോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇവൻ ഉത്തരം കൊടുക്കാതെ മുറിയിൽ കയറി കഥ അടയ്ക്കുന്നു. അടുത്ത ദിവസം ക്വീലിൻ സ്കൂളിലേക്ക് ചെല്ലുന്നു. അവിടെ സിഡുവും എത്തിയിട്ടുണ്ട്. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ട് മിണ്ടാൻ വയ്യ. സിഡു ക്വീലിനെ അവോയ്ഡ് ചെയ്ത് പിണങ്ങി പോവാണ്. ക്വീലിന് വല്ലാത്ത കുറ്റബോധം. ക്വീലിൻ തെറ്റ് തിരുത്താനായി തീരുമാനിക്കുന്നു. അവൻ അടുത്ത ദിവസം തന്നെ നിക്കിറ്റയെ ചെന്ന് കണ്ട് സിഡുവും അമാൻഡയും തമ്മിൽ യാതൊരു റിലേഷൻ ഇല്ലെന്നും താനാണ് എല്ലാം സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടെത്തിച്ചതെന്നും പറയുന്നു. കൂടാതെ ക്വീലിൻ നേരെ സിഡുവിനെ കാണാനായി അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ക്വീലിനെ കാണുന്ന സിഡു ആദ്യം സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലും ക്വീലിൻ ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു. സിഡുവും അവന്റെ സുഹൃത്തിനോട് ക്ഷമിക്കാൻ തയ്യാറാവുന്നു. ആ സമയം ക്വീലിൻ വേണമെന്ന് വെച്ച് നികിറ്റയുടെ കാര്യം എടുത്തിടുമ്പോൾ നികിറ്റയെ തനിക്ക് എത്ര ഇഷ്ടമാണെന്ന കാര്യം സിഡു തുറന്നു പറയുകയാണ്. ഇത് ക്വീലിൻ നേരത്തെ തന്നെ വീഡിയോ കോൾ ചെയ്ത് കോള് ഹോൾഡിൽ വെച്ചിരുന്ന നികിറ്റ കേൾക്കുന്നു. പർപ്പസ്ഫുള്ളി കേൾക്കാനായി ക്വീലിൻ ഇങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ക്വീലിനും സിഡുവും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന തുറന്നു പറയാത്ത പ്രണയം ഒടുക്കം പരസ്പരം ഈ ഒരു വീഡിയോ കോളിലൂടെ ആണെങ്കിലും തുറന്നു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം കലങ്ങി തെളിഞ്ഞു. താനായി ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം സ്വന്തമായി തന്നെ ക്വീലിൻ സോൾവ് ചെയ്തിരിക്കുന്നു. പിന്നീട് ക്വീലിൻ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ആ ഒരു ഫംഗ്ഷനിൽ ക്വീലിനെയും അമന്റെയുമാണ് ഗ്ലാമറിന്റെയും ബേസിസിൽ സെലക്ട് ചെയ്ത് ഒരു ഗിഫ്റ്റ് പോലെ നൽകുന്നത്. അങ്ങനെ മിസ്റ്റർ സുന്ദരൻ പട്ടം നേടി ക്വീലിൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയം കാണികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഈ ചെറുക്കൻ അത്ര വലിയ സൗന്ദര്യമൊന്നും ഇല്ലല്ലോ, പിന്നെ ഇവനെ സെലക്ട് ചെയ്തതെന്ന മട്ടിൽ ഉറക്കെ അവിടെ ഇരുന്ന് കമന്റ് അടിക്കുന്ന കേൾക്കുന്ന ക്വീലിന്റെ ചങ്ക് കിടന്നിരിക്കുന്നു. അവന് പണ്ടെങ്ങനെയാണല്ലോ അവന്റെ സൗന്ദര്യത്തെ പൊക്കി പറയുന്ന അവന്റെ പുറകെ നടക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടമല്ല, പകരം അവൻ അവോയ്ഡ് ചെയ്ത് കളയുന്ന പെൺകുട്ടികളെയാണ് ഇഷ്ടം. അങ്ങനെയാണ് അവന് നികിറ്റയോടും ഇഷ്ടം തോന്നി തുടങ്ങിയത്. ഇത്തവണ വേറെ ഏതോ ഒരു പെൺകുട്ടി ഇങ്ങനെ അവൻ പറയുന്ന പോലെ വലിയ സംഭവമൊന്നുമല്ല, പറയുന്ന പോലെ വലിയ ഗ്ലാമർ ഒന്നുമില്ല എന്ന് കമന്റ് അടിക്കുന്ന കേൾക്കുമ്പോൾ അവന്റെ ഉള്ളിൽ അവളോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നതായി കാണിച്ചുകൊണ്ട് ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വ്യത്യസ്തമായ ഇന്തോനേഷ്യൻ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.